സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഹചര്യങ്ങളാണല്ലോ ഓരോ മനുഷ്യനെയും ശക്തരാക്കുന്നതും ബോൾഡാക്കിയൊക്കെ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ദേവിക സാഹചര്യങ്ങൾ കൊണ്ട് വളരെ ശക്തിയായിട്ടുള്ളൊരു MLA തീർന്നിരിക്കുന്നു. DYSP ആയാലും സ്റ്റേഷനിലായാലും നേരിട്ട ഈ അപമാനം ദേവികയിൽ വല്ലാത്ത മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെ ഒറ്റുകൊടുക്കുമായിരുന്നു, ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി തൻ്റെ അധികാരങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കാൻ സാധിക്കും അതുപോലെയൊക്കെ ദേവിക ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ പണി കിട്ടിയത് DYSPക്കും അതുപോലെ തന്നെ നന്ദനും പ്രഭാവതിക്കും ഒക്കെയാണ്. പ്രഭാവതിക്ക് ഒരിക്കലും ദേവികയെ ശാന്തയാക്കാൻ പറ്റുന്നില്ല. കാരണം അവൾക്ക് നേരിട്ട അപമാനവും അതുപോലെ അവൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ഒട്ടും വിശദീകരിക്കാനാകുന്നതല്ലെന്ന് പ്രഭാവതിക്ക് വ്യക്തമായിട്ടറിയാം. എങ്കിലും ഭീഷണി സ്വരത്തിലായാലും സ്നേഹത്തിലൂടെ ആയാലും അവളെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഒട്ടും പറ്റുന്നില്ല. കട്ട സപ്പോർട്ടായിട്ട് സിദ്ധുവും കൂടെ ഉള്ളപ്പം ദേവികയ്ക്ക് ഇനി എന്തിനു പേടിക്കണം? മാത്രമല്ല ദേവിക ശക്തമായിട്ട് അമ്മായിയമ്മയ്ക്കും ഭർത്താവിനുമെതിരെ കംപ്ലൈൻറ്റും കൂടി കൊടുത്ത ഈ സാഹചര്യത്തിൽ നന്ദൻ അതുകൊണ്ട് തന്നെ നാട് വിട്ട് മുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കേസ് കൊടുത്ത ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നന്ദനും അതുപോലെ ഇസബെല്ലയും നാട് വിട്ടു പോകാൻ തീരുമാനിച്ച് എങ്ങോട്ടുന്നില്ലാത്തൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നന്ദൻ എവിടെ പോയി? എന്തായാലും അമ്മയ്ക്കറിയാതെ നന്ദൻ എങ്ങും പോകില്ലെന്നുള്ള കാര്യം ദേവിക്ക് അറിയാവുന്നതുകൊണ്ട് പ്രഭാവതിയോട് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രഭാവതിയാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം ഈ കേസ് തെളിയിച്ചാൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദനെ തന്നെ പൂട്ടാൻ പറ്റുന്ന പല ഞെട്ടിക്കുന്ന തെളിവുകളും സാഹചര്യങ്ങളും കൊലപാതക കുറ്റമാണെന്ന് പ്രഭാവതിക്ക് വ്യക്തമായിട്ടറിയാം. അതൊക്കെ അറിയാവുന്ന പ്രഭാവതി ചില കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും മൗനസമ്മതം പോലെ നന്ദന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഇസബെല്ലയുമൊത്ത് എങ്ങോട്ടെന്നില്ലാതെ നന്ദൻ യാത്ര പുറപ്പെടുന്ന ആ സമയത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ നന്ദനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന്. ഇല്ലെന്ന് പറയുമ്പം സിദ്ധാർത്ഥനോട് ദേവിക തീർത്ത് പറയുന്നു, എനിക്ക് നന്ദനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നന്ദൻ എന്നോട് ചെയ്ത ചതി, എന്തിനാ എന്നോട് ഇങ്ങനെ ചതിച്ചെന്നുള്ള കാര്യമൊക്കെ എനിക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇനിയും നന്ദുവിനെ ഇതുപോലെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. കാരണം നന്ദൻ്റെ സ്വഭാവത്തിൽ ഇസബെല്ല വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നന്ദു മറ്റൊരാളായി മാറിക്കൊണ്ടിരിക്കുക, അത് അനുവദിക്കാൻ പാടില്ല അച്ഛാ എന്ന് പറയുമ്പം നന്ദനും പ്രഭാവതിയും രണ്ടുപേരും എന്തോ വലിയ കാര്യം ഭയക്കുന്നുണ്ട്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓരോ പെരുമാറ്റങ്ങളാണെന്നാ മോളെ എനിക്ക് തോന്നുന്നേ. അതെനിക്കും തോന്നുന്നുണ്ടച്ചാ. എന്തായാലും നന്ദനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ എല്ലാം സത്യം പുറത്തു കൊണ്ടുവരാനാകൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ശാരികയാണെങ്കിൽ ഗൗരിയെ കാണാനായിട്ട് ഗൗരിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഭാർഗവിക്കാണെങ്കിൽ ദിവനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിൻ്റെ പേര് ശാരികയോട് തീർത്ത തീരാത്ത കലിയും വിരോധവുമാണ്. ആ സമയത്താണ് ശാരിക തന്നെ വീട്ടിലേക്ക് വരുന്നത്. ശാരി അപ്പം തന്നെ കണ്ട് കല്യാണം മുടങ്ങിയതിൻ്റെ പേരിനും അവൾ മറ്റൊരാളെ സ്നേഹിച്ചിട്ടും അത് തുറന്നു പറയാതെ വിവാഹത്തിൽ വരെ കലാശിപ്പിച്ചതിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ തീർക്കാൻ പോകുന്ന സമയത്ത് മുരളിയും ഗൗരിയും എല്ലാവരും കൂടി ചേർന്നാണ് അത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. എന്നാൽ ശാരിക തന്നെ വന്ന് വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് ഗൗരി എന്തിയെ, ഏത് ഗൗരി, ആൻറ്റിയുടെ മരുമോള് അറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നീ എന്താടി എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ആളാവാൻ നോക്കുവാന്നോ? നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ദേവികയുടെ അനിയത്തിയല്ലേ, നിനക്ക് അല്പം ഒരു മര്യാദ കാണുമെന്നൊക്കെ വിചാരിച്ചു. നീ ഇത്രക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഭാർഗവി നിർത്താതെ ശാരികയെ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ട് ഗൗരി ആണെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഗൗരി കാണുന്നത് ഭാർഗവിയും അതുപോലെ ശാരികയും നിന്ന് വഴക്കുണ്ടാക്കുന്നതാണ്. അപ്പം ഗൗരി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ശാരി, എന്താ വരാൻ കാര്യം? അല്ല ചേച്ചി, എനിക്ക് ചേച്ചിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറയുന്ന ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ടെങ്കിലോ? അല്ല ചേച്ചി, കേട്ടേ പറ്റൂ. മിക്കവാറും നമ്മുടെ ശാരിക പറയാൻ വന്നിരിക്കുന്നത് നന്ദനെ കാണാതായ ആ തൊട്ട് മുമ്പ് വിളിച്ചപ്പം കെവിനോടൊപ്പം നന്ദൻ ഉണ്ടെന്നുള്ള കാര്യം ഫോൺ എടുത്തപ്പം ശാരിക്ക് മനസ്സിലായായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ദേവികയ്ക്ക് അറിയില്ല. പക്ഷെ ചേച്ചിയോട് നേരിട്ട് പോയി അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ചേച്ചിയോട് പറയുമ്പം കെവിനുമായിട്ട് എങ്ങനെയാണ് ശാരിക്ക് അടുപ്പം, കെവിന് എങ്ങനെ പരിചയമുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനില്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ആ വക കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇനി അതിനെപ്പറ്റി കാണാൻ മുരളിയേട്ടനോടോ ഗൗരി ചേച്ചിയോടോ പറയാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത്? ശാരികയുടെ ഈ സ്നേഹം തന്നെ ഒരു നാടകമാണോ? ചന്ദ്രോത്ത് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ കെവിനാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് ഈ പ്രേമം തന്നെ ഒരു നാടകമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അല്ല, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായാൽ പോലും ശാരിക കെവിൻ്റെ ഈ കള്ളക്കളി ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് പോലും ടാർഗറ്റ് എന്നാണ്. അപ്പോൾ കെവിൻ ശാരിക സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇസബെല്ല നന്ദനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. നന്ദൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും താൻ നന്ദനെ വിട്ടുകൊടുക്കില്ലെന്നും നന്ദൻ്റെ കൂടെ തന്നെ കാണും. ദേവിക
എങ്ങനെയൊക്കെ നന്ദനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും കൈത്താങ്ങായിട്ട് താൻ കൂടെ കാണുമെന്നൊക്കെ പറയുമ്പോൾ നന്ദൻ ഒരുപാട് ആശ്വാസമാകുന്നു. നന്ദൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ഈ മാറ്റം ഇനി ദേവിയിൽ നിന്നും ഇസബല്ലയിലേക്ക് ചായാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ അരുന്ധതിയെ പ്രഭാവതി കാണുന്നുണ്ട്. കാണുമ്പോൾ മറ്റൊന്നുമല്ല, പ്രഭാവതിയെ കണ്ടതും ടെൻഷനും BP എല്ലാം കൂടി അരുന്ധതിയാണെങ്കിൽ ബോധം കെട്ട് വീഴുന്നുണ്ട്. ആരോരും കൂടെ ഇല്ലാത്തത് കൊണ്ട് പ്രഭാവതിയാണ് അരുന്ധതിയെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം വീട്ടിലേക്ക് വന്ന് റൂമിൽ തന്നെ കിടക്കുന്ന ഋഷിയാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല. മുറ്റത്ത് വന്നിരിക്കുന്നത് പ്രഭാവതിയാണെന്നൊന്നും അറിയുന്നേ ഇല്ല. വന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്കും ഋഷി അവിടെ പാട്ടും കേട്ട് രസിച്ചുകൊണ്ടിരിക്കുവാണ്. റൂമിന് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത സാഹചര്യമല്ലേ. മരിച്ചൊരു വ്യക്തിക്ക് പുറമെ ആളുകൾ കാണാൻ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും വീട്ടിൽ എത്തിയതും പ്രഭാവതി സത്യങ്ങൾ കണ്ടുപിടിക്കും എന്നൊന്നും അറിയാതെ അരുന്ധതിയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുവാണ് കാറിൽ. അപ്പം ബെല്ലടിക്കുന്നത് കേട്ടിട്ട് ഇനി ഋഷി വന്നിറങ്ങുമോ? ഋഷിയെ കണ്ട് പ്രഭാവതി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുമോ? അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പ്രഭാവതിയെ ജീവനോടെ എന്തായാലും ഋഷി അവിടുന്ന് വിട്ടയക്കില്ല. കാത്തിരിക്കാൻ എന്താകുമെന്ന്.